Yes, Manisha, good morning. Alaga, good morning. Manisha, Alaga, good morning. Okay, let's start. Okay, Alaga. ഓക്കെ, അപ്പൊ നമ്മൾ വിവിധ ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. ആ പറഞ്ഞ കൂട്ടത്തിലെ ലാസ്റ്റ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് വരെ പറഞ്ഞ് നമ്മൾ നിർത്തിയത്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് വരെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. സബ്ജക്റ്റ് പ്ലസ് ആസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ആണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇത് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു വിഷയത്തെ കുറിച്ച് നമുക്ക് പറയാമെന്ന് പറഞ്ഞിരുന്നു. ആ വിഷയം ഇതായിരുന്നു, ഇഫ് ഐ വർ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ആ വിഷയത്തെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞത്, ഇംഗ്ലീഷിൽ സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത്, ഞാനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്യും, എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല, എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ പറയും, എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ പറയില്ല. ആദ്യം ഞാൻ എന്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് എന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാൻ ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞിരുന്നു. നിങ്ങളോട് പറഞ്ഞതാണ്, ഇഫ് ഐ വർ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, ഞാനായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്കിൽ ഇങ്ങനെയാണ് എന്തെല്ലാം കാര്യങ്ങളാണ് അത് ചെയ്യുന്നത്. അപ്പോ ഞാൻ ധൈര്യമുള്ള ഗഗനെ തന്നെ വിളിക്കുകയാണ്. ഗഗന, പറഞ്ഞോളൂ ഗഗന. ഇഫ് യു വർ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, ഗഗനയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്യും. If I were the Chief Minister of Kerala, Yes. I will give financially help to the students without considering their caste, religion, etc. Oh, yes. അപ്പൊ കാസ്റ്റ് റിലീജിയന് അതീതമായിട്ടുള്ള ഹെൽപ്പ് കൊടുക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. Next, I will give importance to the people who doesn't have basic needs. Most of the people in Kerala are without basic necessities like clothing, shelter, and food. We will do good things for them. Yes. Okay. Okay. And then strictly avoid child labor. If child labor is found, punishment will be enforced. Okay. Okay. Then will give strictly warning to the government employees who taking bribe money. Yes. Then education. Education is important, so we will investigate whether anyone is violated by education and take action against them. Thank you, sir. Okay. 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 Well, ഗഗന വളരെ കൃത്യമായിട്ട് മെയിൻ പോയിന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗഗന പറഞ്ഞത്. ഓക്കെ. 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 വെരി ഗുഡ്, വെരി ഗുഡ്. അളക, അളക. Good morning, sir. യെസ്, വെരി ഗുഡ് മോർണിംഗ് അളക. അളകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് വിചാരിക്കും. സപ്പോസ് ഒരു നിമിഷ നേരത്തേക്ക് അളക എന്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക? എന്തായിരിക്കും ആദ്യം എടുക്കുന്ന തീരുമാനം? എൻ്റെ ഒരു വ്യൂ പോയിന്റ് കുറച്ച് നോട്ട് ചെയ്തിട്ടുണ്ട്, ഞാനത് പറയാം എന്തായാലും. യെസ്, പറഞ്ഞോളൂ. If I were the Chief Minister of Kerala, I would first change the education system. Okay. Many students do not get proper education because there are not enough teachers.
Yes. I would build more government schools and colleges. This will help the poor children to study well. I would also Yes. give scholarships to students who deserve them. It will Yes. help them continue to their studies. Yes. Next, I would improve the pension scheme. Yes. Many old people and widows are waiting for their pension money. I will make Yes. sure that they get it on time. Yes. Another big problem is drugs. Many young people are addicted to them. I would take strict action against drug sellers and users. Yes. It will also start awareness programs to stop these issues. Yes. If people vote for me as Chief Minister, I promise to bring good changes. Yes. I will work hard for the people of Kerala. I believe that I can help my people and improve the system. Yes. ഇത്രയേ ഉള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പൊ ആളുകൾക്ക് നല്ലൊരു ഒബ്സർവേഷൻ. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, യെസ്. വളരെ കൃത്യമായിട്ട് ആളുകൾ വിഷയങ്ങൾ നോക്കി കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഓക്കെ. ആളുകൾ വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഐശ്വര്യ, ഐശ്വര്യ അച്ചു. ഐശ്വര്യ. ഓക്കെ ആളുകൾ. ഐശ്വര്യ. യെസ്, സിമ്പിൾ ആയിട്ട് പറയാലോ. ലിസ്മ. ലിസ്മ. ഓക്കെ, ഓക്കെ ഐശ്വര്യ. ലിസ്മ. യെസ്. നവ്യ പ്രദീപ്. നവ്യ. യെസ്. എന്താ പറയാ, നമ്മള് ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടാണ് ഓരോരുത്തരോരോരുത്തർ പോയിക്കൊണ്ടിരിക്കുന്നത് തോന്നുന്നത് അല്ലേ കേൾക്കാൻ? യെസ്. ധൈര്യ സമയം 2 വാക്ക് പറയുക എന്നുള്ളൊരു ധൈര്യം ഇവര് കാണിക്കുന്നില്ല. ഞാൻ ഓക്കെ, 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 ഓക്കെ. യെസ്. അപ്പൊ ഉള്ളതില് അളകയും ഗഗനയും പറഞ്ഞു. യെസ്, അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. 2 പേർക്കും നല്ല ക്ലീൻ ആയിട്ടുള്ള ഒബ്സർവേഷൻ. എങ്കിലും അങ്ങനെ നിങ്ങൾ ചിന്തിച്ചല്ലോ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചല്ലോ. ദാറ്റ് ഇസ് വെരി ഗുഡ്. യെസ്. ഓക്കെ, 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 ഓക്കെ. അപ്പോ ലിസ്മക്ക് ഒരു ചാൻസ് കൂടി തരേണ്ട. ലിസ്മ. യെസ്. മാറി നിൽക്കാതെ പറയാനായിട്ട്, ധൈര്യസമേതം പറയാനായിട്ട്. യെസ്. ഓക്കെ. ലിസ്മ വരും. ഐശ്വര്യക്ക് റേഞ്ച് വളരെ കുറവാണ്. ഐശ്വര്യം വരുമെന്ന് വിചാരിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ടെൻസിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ, ഓക്കെ, ഓക്കെ ലിസ്മ. വെരി ഗുഡ്, വെരി ഗുഡ്. കൊണ്ടുവരും. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രസന്റ് പെർഫെക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഷോസ് ആൻ ഇമ്മീഡിയറ്റ് പാസ്റ്റ്. ഇമ്മീഡിയറ്റ് പാസ്റ്റ്. ജസ്റ്റ് ഹാപ്പൻ. തൊട്ട് മുമ്പ് സംഭവിച്ച കാര്യത്തെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഹാപ്പൻ, തൊട്ട് മുമ്പ് സംഭവിച്ചത്. അതാണ് പ്രസന്റ് പെർഫെക്റ്റ്. അപ്പൊ ആ പ്രസന്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, ആദ്യം സബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു. ആ വെർബ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ വെർബിന്റെ V3. അതുമല്ല എങ്കിൽ നമുക്ക് പറയാം ദി പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്, അതാണ് രേഖപ്പെടുത്തേണ്ടത്, അതാണ് നമ്മൾ എഴുതേണ്ടത്. ഇത്രയുമാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിനെ കുറിച്ച് പറഞ്ഞ് നിർത്തിയത്. പ്രസന്റ് പെർഫെക്റ്റിനെ കുറിച്ച്. ഓക്കെ. ഇനി അതിന്റെ പോസിറ്റീവ് ടൈപ്പായിട്ടുള്ള വാചകങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നു. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ച് പറയുമ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഒന്നുകിൽ ഹാസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒരു നോട്ട് കൂടി ചേർത്ത്. ഹാസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞിട്ട് ഒരു നോട്ട് കൂടി ചേർത്ത്. ആ നോട്ട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതെന്തായി, അത് പ്രസന്റ് പെർഫെക്റ്റിന്റെ നെഗറ്റീവ് സെന്റൻസ്.
യെസ്, വന്നു കഴിഞ്ഞിട്ടില്ല, പോയി കഴിഞ്ഞിട്ടില്ല, എടുത്തു കഴിഞ്ഞിട്ടില്ല, സംസാരിച്ചു കഴിഞ്ഞിട്ടില്ല, അങ്ങനെ ജസ്റ്റ് ഹാപ്പൻ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് പറയാം. ഐ ഹാവ് നോട്ട് ഗോൺ. ഷീ ഹാസ് നോട്ട് റെഡ് ദ നോവൽ. They have mistaken you. You have ordered a cup of tea. You have not ordered a cup of tea. They have not mistaken you. She has not seen the problem. She has not seen the problem. Yes. അങ്ങനെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വാക്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കൂടെ ഒരു നോട്ട് എന്ന് കൂടി മാത്രം ചേർത്താൽ മതി. ഒരു നോട്ട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ, സോറി നെഗറ്റീവ് വാചകമായിട്ട് പറയും. ഓക്കെ, അപ്പോ ഗഗന പറഞ്ഞോളൂ, കുറച്ച് നെഗറ്റീവ് വാചകങ്ങൾ നോട്ട് ചെയ്ത് പറയാൻ വേണ്ടി നോക്കി. We have not played cricket. I have not played cricket. Okay. I have not driven the car. I have not driven the car. Okay. She has not watered the plant. She has not watered the plant. Correct. June 5 പരിസ്ഥിതിയുമായിട്ട് തന്നെ പറഞ്ഞു. Okay. She has not cooked the meal. She has not cooked the meal. Okay. She has not written a letter. She has not written the letter. Okay. Very good, very good. Okay, okay. Gagana, correct ആണത്. Has കഴിഞ്ഞു അല്ലെങ്കിൽ have കഴിഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ട് കൂടി ചേർത്ത് പറഞ്ഞു. യെസ്, അളകൊക്കെ പറയാമോ? ഹാസ് അല്ലെങ്കിൽ have കഴിഞ്ഞിട്ട് നോട്ട് വരുന്ന സെന്റൻസ്. I have not completed my homework. I have not completed my homework. Okay. I have not eaten anything today. I have not eaten anything today. Yes. Okay, very good, very good. Nice. അടുത്തത്. My friend has not written a book. My friend has not written a book. Okay, correct ആണ്. I have not seen that movie. I have not seen that movie. Yes. I have not cleaned the room. I have not Cleaned my room. Okay, okay. I have not cleaned my room. Okay, okay, okay. Correct ആണ്, correct ആണ്. Okay, okay. Yes. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് പ്രസന്റ് പെർഫെക്റ്റിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകമായിട്ട് മാറും. ഇതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ മോഡലുള്ള വാചകത്തെ കുറിച്ചുകൂടി നമുക്കൊന്ന് സൂചിപ്പിക്കും. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ മോഡലുള്ള വാചകത്തെ കുറിച്ചിട്ട് സൂചിപ്പിക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ്. അത് ആദ്യം പറയും. അത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ that turn into a question. അതെന്തായിട്ട് മാറുന്നു? അത് ഒരു ചോദ്യമായിട്ട്, ക്വസ്റ്റ്യൻ ആയിട്ട് മാറുന്നു. യെസ്, ഹാവ് യു ഗോൺ, ഹാവ് യു ടേക്കൻ, ഹാസ് ഷീ റിട്ടൺ ദ ലെറ്റർ, ഹാസ് ഹി മിസ്റ്റേക്കൻ യു, ഹാസ് ഹി റെഡ് ദ നോവൽ, ഹാവ് യു called me, have you called me, have you watched the program? കേട്ടോ, has or have അത് ആദ്യം പറഞ്ഞു കഴിയുമ്പോൾ that turn into a question. അതെന്തായിട്ട് മാറുന്നു? അതൊരു ചോദ്യമായിട്ട് മാറുന്നു. നീ പോയോ, വന്നോ, എടുത്തോ, ആ ഒരു രീതിയിലാണ് ആ സംഗതി വരുന്നത്. ഓക്കെ, അപ്പൊ ഹാവോ ഹാസോ ആദ്യം വരുന്ന ഒന്നിന്റെ വാചകങ്ങളൊന്ന് പറയാൻ പറ്റുന്ന നോക്കിയേക്ക് എങ്ങനെ? ഹാസ് ഓർ ഹാവ് ആദ്യം വരുന്ന 2-3 വാചകങ്ങൾ ചോദ്യമായിട്ട് ചോദിക്കുക. Have they read the book? ഹാവ് ദേ, അപ്പൊ അതിനകത്ത്
സ്പെല്ലിംഗ് സെയിം ആണ്. എന്താ വായിക്കുന്നൊരു പറഞ്ഞ പറഞ്ഞതുപോലെ Okay. Have they read the book? ഓക്കെ കറക്റ്റ് ഹാവ് ദേ റെഡ് ദ സ്പെല്ലിംഗ് സെയിം ആണ്, പറയുമ്പോൾ റെഡ് എന്ന് പറയും. ഓക്കെ. Have you learned anything? ഹാവ് യു ലേൺ എനിത്തിങ്? Has mom cooked the food? യെസ് Has he drunk water? യെസ് Has she driven the car? ഹാസ് ഷീ ഡ്രിവൺ ദ കാർ? ഓക്കെ Okay, fine. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് ഗഗന, വെരി ഗുഡ് വെരി ഗുഡ്. അളക പറഞ്ഞോളൂ. ഹാസ് അല്ലെങ്കിൽ ഹാവ് ആദ്യം വരുന്നത് 8 വാചകങ്ങളും. ഹാസ് ഓർ ഹാവ് ആദ്യം വരുന്ന 1-2 വാചകങ്ങൾ. യെസ്. ഓക്കെ, അളക വരും, കുറച്ച് സമയം കഴിയുമെന്ന് വിചാരിക്കാം. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിന്റെ പോസിറ്റീവ് ആയിട്ടുള്ളത്, നെഗറ്റീവ് ആയിട്ടുള്ളത്, ക്വസ്റ്റ്യൻ മോഡിലുള്ള വാചകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നുവരെ പറഞ്ഞത്. അപ്പൊ അതില് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് കൂടി നമ്മൾ 7ാമത് പറഞ്ഞ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് കൂടി നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യാം. യെസ്. ഇനി അപ്പൊ ഗഗന, Sir. ഓക്കെ, അപ്പൊ ഇതിനകത്ത് റിയാക്ട് ചെയ്യാൻ ഗഗന മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഗഗനോട് ഒന്നിട്ട് കാര്യങ്ങൾ ചോദിക്കാം. യെസ് ഗഗന, നമുക്കൊന്ന് കുറച്ച് നേരം ഇംഗ്ലീഷിൽ സംസാരിക്കാം. How are you, ഗഗന? I'm fine, sir. Very good, very good, very good. Then, what is your dream in your life? I want to become a manager in any company. You want to become? Manager in any company. You want to become a manager in a company. Very good, very good. Which course you pass? +2 commerce. +2 commerce. Okay, 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 okay. Yes. What was your favorite subject? Malayalam and business studies. Business studies and Malayalam was your favorite subject. Okay, very good, very good, very good. Yes. Do you like coffee? Yes, I like coffee. People say that. Okay, 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 okay. അപ്പൊ അളക നെറ്റ് റെഡി ആവുമെന്ന് പറഞ്ഞാൽ മതി, മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, ഐ വിൽ കം ടു യു. യെസ്. ഓക്കെ, 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 ഓക്കെ. നോക്കോ. യെസ്. അപ്പൊ you told that you like coffee. Most of the people say that drinking coffee that will add beauty. Are you drinking coffee to have beauty? I will drink coffee, but I Yes. don't know that. Yes, okay, okay, okay. Very good, very good. Yes, yes. You want to speak English fluently? Sometimes. Sometimes. Okay, 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 okay. Very good. Have you the confidence to speak confidently? Have you the confidence to speak English confidently? Not. No. Okay, okay. Very good, very good. You know, correct. Yes. Presently, what you are doing? Usually class. You are taking the class. Not present എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ 10-51 ഉദ്ദേശിച്ചത് ഇപ്പോ നമ്മളിപ്പോ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടാവും, അതുമല്ല എങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് അങ്ങനെയില്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പ്രസന്റിന്റെ മാറ്റി പറഞ്ഞു. No, sir, I'm not working. I just passed the +2 examination and waiting for college admission. Yes. You are waiting for the college admission. Okay. Which course you want to
continue to study? MES College, Marambil. Maramili, near Alua, after in between Alua and Pirbaum. Yes, yes. Which course that you want to join? I want to study BBA, Bachelor of Bachelor of Business Administration. Business Administration. Okay. Very good. Why did you select that? Because it includes management studies, like etc. Okay. That is why you want to. Okay. Indiana College poet. Okay. Maramili College. Yes. Okay. Yes. You want to join Maramili College? Yes. Do you have any pets? Okay. Do you have any pets? Alaga, are you ready? Tell me. Do you have any pets? Not now. No. Do you love pets? Yes. Yes. Very good. If you have a pet, what will be the name that you want to give? Parrot. Parrot. Okay. Which name it should be your name? A parrot. എങ്ങനെ വിളിക്കുന്ന പേരുണ്ടാവില്ല. അങ്ങനെ ഒരു പാരറ്റിനെ കിട്ടിയാൽ എങ്ങനെ പാരറ്റിനെ ഇത് വിളിക്കും എന്നാണ് ചോദിച്ചത്. ആണ് ചിന്തിച്ചിട്ടില്ല ഇതുവരെ അല്ലേ? Yes. Yes. Okay. Very good. അപ്പൊ എങ്ങനെയാ നമുക്ക് ഇംഗ്ലീഷിൽ കുറച്ചു നേരം പറയാം. അപ്പോ വേറെ ആരും റിയാക്ട് ചെയ്തില്ല. അപ്പൊ അതിന്റെ പേരിലാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ യു ആർ റെഡി. അപ്പോ ഗഗന ഞാൻ ഗഗനിലോട്ട് മടങ്ങി വരാം. അളകയിലോട്ട് പോയ ശേഷം തിരിച്ചു വരാം. ഓക്കെ, റെഡി ആയിക്കോ. യെസ് അളക, ഹൗ ആർ യു? I'm fine, sir. ഓക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചത് രണ്ടുപേരെ ഉള്ളൂ, ഗഗനയും അളകയും ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളോടൊന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചപ്പോ കിട്ടിയില്ല. യെസ്. ഓക്കെ. യെസ് അളക, വാട്ട് ഈസ് യുവർ ഡ്രീം? അപ്പൊ അളകനോട് ചോദിക്കുമ്പോ എങ്ങനെയും മനസ്സിൽ ഉത്തരം പറഞ്ഞോളൂ. യെസ്. ഓക്കെ അളക, വാട്ട് ഈസ് യുവർ ഡ്രീം? To become a teacher. To become a teacher. Where you want to teach? In high school, UP or LP? Where you want to teach? I would like to teach In UP school. UP school. Okay. You want to teach in UP. Have you taken BA? Sorry, sir, kettle. Have you taken BA degree? No, sir. Okay. But you have to take BA. Okay, or TTC. അപ്പൊ അതിനുള്ള ശ്രമം കൂടി ആരംഭിക്കണം. ടീച്ചർ ആവണമെങ്കിൽ നമ്മൾ TTCയും BA എടുക്കേണ്ടി വരും. Okay, very good. Which course you completed, Alaga? I completed BA in English. BA English. Where you study? I study in UIT College. Where? Kollam in Paravur. Pallavaram. Okay. And why did you select English? Sir, I study +1, +2 in communicating English. So I Yes. choose in English. Okay, and you told that you studied communicating English and you also studied, you got a degree in English. Why don't you try to become a journalist? Do you like to be a journalist? No, sir, because Why? my childhood ambition is to become a teacher. So I prefer to choose. Clear idea. My childhood ambition is to become a teacher. Yes. Okay. Very good. Yes. Suppose that you are appointed in a UP school as a teacher. Which subject you want to teach? English or Malayalam. English or Malayalam. ഇതൊരു പ്രശ്നങ്ങളുള്ളത് പറയുന്നത്. ഓക്കെ, ഞാനിപ്പോ അത് ഓപ്പൺ ആയിട്ട് പറയാം. അതായത് നമ്മളിപ്പോ ഒരു BEd നമ്മൾ എടുത്തു. ആ BEd നമ്മൾ എടുക്കുന്നത് വിഷയം ഇംഗ്ലീഷ് ആണ് വിചാരിക്കും.
ആ ഇംഗ്ലീഷിന്റെ വേക്കൻസി വരുമ്പോഴേ നമുക്ക് കയറാം. നേരെ അവിടെ വേക്കൻസി ഉണ്ട്, ഇംഗ്ലീഷിന്റെ വേക്കൻസി ഇല്ല, സോഷ്യൽ സ്റ്റഡീസിന്റെ വേക്കൻസി ഉണ്ടെങ്കിൽ അത് ആ BEd എന്ന ടീച്ചർ അവിടെ കയറുള്ളൂ. ഇനി ഇതിനകത്ത് വേറൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന ഒരു TTC ആണ് വിചാരിക്കും ഏത് വിഷയത്തിൽ കയറും. അപ്പൊ കുറച്ചുകൂടി ചാൻസ് കൂടുതൽ എവിടെ കിടക്കുകയാണ്, മറ്റേ TTC കിടക്കുകയാണ്. അത് ഞാനൊരു സാധ്യത പറഞ്ഞതാണ്. യെസ്, ഓക്കെ. അതിൽ പോകാനല്ല, നമുക്ക് ഇഷ്ടം BEd ആണെങ്കിൽ BEd തന്നെ ചെയ്യണം. അതായത് ഞാനിങ്ങനെ ഒരു സാധ്യത പറഞ്ഞതാണ്. അപ്പോ യു വാണ്ട് ടു ടീച്ച് ഇംഗ്ലീഷ് ഓർ മലയാളം? യെസ്, very good, very good, very good. Yes. Do you like Malayalam poems? Yes, sir. Yes. Which is your favorite poet? And who is your favorite? Kumaran Ashan. ആശാൻ. ആശാന്റെ കവിതകൾ വല്ലതും ഓർമ്മയുണ്ടോ? No, sir. No. Okay, okay. ഇനി നമ്മൾ ഇപ്പോ വരുന്ന കവിതകളില് ഇഷ്ടപ്പെട്ട കവി ആരാണ്? Who is your favorite poet? No idea, sir. ഇപ്പൊ അങ്ങനെ എനിക്കറിയാം. ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, എന്നാൽ ഞാൻ ഒന്നും കൂടി പറയുന്നു. നമ്മൾ ഇട്ടുകൊടുക്കുന്ന ഒരു ചോദ്യത്തിൽ നിന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോ ഇപ്പോ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ വാട്ട് ഈസ് യുവർ ഹോബി എന്ന് ചോദിക്കുമ്പോൾ ഗഗന പറയും മൈ ഹോബി ഈസ് റീഡിങ്. റീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ചോദ്യം ചോദിക്കും വിച്ച് ടൈപ്പ് ഓഫ് ബുക്സ് യു റീഡ്. അപ്പൊ ഗഗന ഒരു ധൈര്യത്തിനും ഒരു വെയിറ്റ് കിട്ടാൻ ഒരുപക്ഷെ പറയും ഐ റീഡ് ഓട്ടോബയോഗ്രഫി. അപ്പൊ അവര് ഒരു 3-4 ഓട്ടോബയോഗ്രഫിയുടെ പേര് പറയും, ഈ ഓട്ടോബയോഗ്രഫി വായിച്ചിട്ടുണ്ടോന്നിരിക്കും. നമ്മളത് വായിച്ചിട്ടില്ല. നിങ്ങൾ വായിച്ചിട്ടുള്ള ഒരു 5 ഓട്ടോബയോഗ്രഫിയുടെ പേര് പറയാൻ പറയും. നെയിം ദി 5 ഓട്ടോബയോഗ്രഫീസ് ദാറ്റ് യു ഹാവ് റെഡ്. നമ്മൾ അപ്പൊ തന്നെ നമ്മൾ കളവ് പറഞ്ഞതാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടും. യെസ്. അപ്പോ എപ്പോഴും നമ്മളൊരു ചോദ്യത്തിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിൽ നിന്നായിരിക്കും അടുത്ത ചോദ്യത്തിലേക്ക് അവർ പിടിച്ചു കയറുക എന്നുള്ള കാര്യം എപ്പോഴും നമ്മൾ മനസ്സിൽ വേണം. യെസ്, അത് എപ്പോഴും ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ മനസ്സിലേക്ക് വേണ്ട ഒരു കാര്യമാണ്. യെസ്. ഇനി രണ്ടാമതൊരു കാര്യം കൂടി പറയും. ഇപ്പോ ഗഗന ഇന്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗഗനക്ക് സ്പോർട്സ് എന്ന് പറയുന്ന സംഗതി ഇഷ്ടമല്ലാതെ യു ഡോണ്ട് ലൈക്ക് സ്പോർട്സ്. അത്രയും കലിയും താല്പര്യമില്ലാതെ വേറെ ഒന്നും. അപ്പോ അവിടെ ചെന്നു. അപ്പോ ഒരു സ്പോർട്സ് അല്ലെങ്കിൽ ഒരു കോമൺവെൽത്ത് ഗെയിംസ് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം എന്ന് വിചാരിച്ചു. ചെന്ന് കഴിഞ്ഞപ്പോ അവര് സ്പോർട്സിനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചു. ഓക്കെ, അങ്ങനെ സ്പോർട്സിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത് അദ്ദേഹം സ്പോർട്സിനെ കുറിച്ചൊരു ചോദ്യം ചോദിക്കുന്നു. ആദ്യം ഒരു ഐ ഡോണ്ട് നോ പറഞ്ഞപ്പോ തന്നെ ഗഗനയുടെ മനസ്സൊന്ന് പെടുന്നു. ജോലി കിട്ടാനായിട്ടുള്ള സാധ്യത കുറഞ്ഞല്ലോ, ഐ ഡോണ്ട് നോ പറഞ്ഞു. അപ്പൊ തന്നെ നമ്മുടെ മനസ്സിന്റെ കൺട്രോൾ ഒന്ന് പോയി. അപ്പൊ ദാ വരുന്നു രണ്ടാമത്തെ ചോദ്യവും എവിടെ നിന്ന്? സ്പോർട്സിൽ നിന്ന് തന്നെ. അപ്പൊ സ്പോർട്സ് പൊതുവെ ഇഷ്ടമല്ലാത്ത ഗഗനെ അതിനും എന്ന് പറയുന്നു ഐ ഡോണ്ട് നോ സാർ എന്ന് പറയുന്നു. 2 ഐ ഡോണ്ട് നോ വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടി അങ്ങനെ മാനസികമായിട്ട് നമ്മളൊന്ന് ഡെസ്പ് ആവും. അതുകൊണ്ട് രണ്ടാമത്തെ ഐ ഡോണ്ട് നോ ഗഗന പറയുമ്പോൾ അതിന്റെ കൂടെ എന്ത് ചെയ്യണം? യു ക്യാൻ ആഡ് 1 more sentence. ഒരു സെന്റൻസ് കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്ത് പറയണം. ആ ആഡ് ചെയ്യുന്നെങ്കിൽ രണ്ടാമത് നമ്മൾ പറയാം ഐ ഡോണ്ട് നോ സാർ, മൈ ഇൻട്രസ്റ്റ് ഈസ് നോട്ട് ഇൻ സ്പോർട്സ്, മൈ ഇൻട്രസ്റ്റ് ഈസ് ഇൻ ബിസിനസ് മാനേജ്മെന്റ്. എന്റെ ഇഷ്ടം എടുക്കുന്നത് എവിടെയാണ്? ബിസിനസ് മാനേജ്മെന്റിലാണ് എന്ന് നമ്മൾ ഒന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പൊ മൂന്നാമത്തെ ചോദ്യം വരുന്നത് ബിസിനസ് മാനേജ്മെന്റ്. അപ്പൊ നല്ലൊരു കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ, നല്ലൊരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഇന്റർവ്യൂവിൽ നമുക്ക് ഇഷ്ടമുള്ള തലത്തിലേക്ക് ഇന്റർവ്യൂ ബോർഡ് മെമ്പേഴ്സിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തെ ഐഡോളിനോട് കൂടി യു ക്യാൻ ആഡ് 1 sentence. പലത് പറയുകയാണെങ്കിൽ അളക എന്ന് പറയണം ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ്, മൈ ഇൻട്രസ്റ്റ് ഈസ് മലയാളം ലിറ്ററേച്ചർ. അങ്ങനെ അളകയോ ഗഗനയോ പറയുമ്പോൾ
നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു ആവറേജ് നോളജിങ് ഉള്ള ആളായിരിക്കും. കാരണം നമ്മൾ അതിൻ്റെ അകത്താണ് താല്പര്യം പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയാൻ പാടില്ലാന്ന് പറയരുത്. യെസ്. അപ്പൊ നമ്മൾ ഒരു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യത്തിൽ നമ്മൾ എക്സ്പെർട്ട് ആവും. അത് ഏത് കാര്യത്തിൽ നമ്മൾ എക്സ്പെർട്ട് ആവണമെന്നുള്ളത് നിശ്ചയിക്കും. ചില ആൾക്കാർക്ക് ഒരു പക്ഷേ കറന്റ് അഫയേഴ്സിൽ എക്സ്പെർട്ട് ആയിരിക്കും, ചില ആളുകൾക്ക് ഒരു പക്ഷേ കൃഷി സംബന്ധമായ കാര്യങ്ങൾ എക്സ്പെർട്ട് ആയിരിക്കും. അപ്പൊ ഒരെണ്ണത്തിൽ നമ്മൾ എക്സ്പെർട്ട് ആവും. അത് നിങ്ങളുടെ ടേസ്റ്റ്, നിങ്ങളുടെ അഭിരുചി ഏതാണോ അതിൻ്റെ അകത്ത് നിങ്ങൾ എക്സ്പെർട്ട് ആവും. അതിൻ്റെ അകത്ത് വരുന്ന മാറ്റങ്ങൾ, അതിൻ്റെ അകത്ത് വരുന്ന അപ്ഡേറ്റ്സുകൾ, അതൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ലൈവായിട്ടിരിക്കും എപ്പോഴും. യെസ്, അതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും പറയാനായിട്ട് എങ്ങനെ. ഓക്കെ, അണക പോയിന്റ്. യെസ്, അണകയുടെ റേഞ്ച് പോയി തോന്നുന്നു. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ ഒരു വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു എക്സ്പെർട്ട് ആവണം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അത് നിങ്ങളുടെ ടാലന്റ് വെച്ച് നിങ്ങൾ സ്വയം ആലോചിച്ച് നിങ്ങൾ കണ്ടെത്തുക ഏത് വിഷയത്തിലായിരിക്കാം നിങ്ങൾക്ക് എക്സ്പെർട്ട് ആവാൻ സാധിക്കുന്നത്. ഓക്കെ, ഗഗന. ഗഗന. ഓക്കെ 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 ആണുക. അപ്പോ ഗഗനോട് ഞാൻ ചോദിക്കുന്നത്, വാട്ട് ഈസ് യുവർ ഹോബി? Listening music. ലിസണിങ് മ്യൂസിക്. തന്ത്രപരമായ നീക്കമാണ് ഗഗന നടത്തിയത്. അപ്പോഴും അതിനകത്ത് ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ ചോദിക്കുന്നു, വിച്ച് ടൈപ്പ് ഓഫ് മ്യൂസിക് യു ലിസൺ? No special type. I listen on Tamil songs, etc. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, അതിൽ നിന്ന് എനിക്ക് ചോദ്യം. അപ്പൊ എപ്പോഴും നമ്മളെ മൈ ഹോബി ഈസ് ലിസണിങ് മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കണം ഓൾറെഡി ഇത് വേറെ രണ്ട് ചോദ്യങ്ങൾ അപ്പം തന്നെ വരും. അതിനും കൂടിയുള്ള ആൻസർ നമുക്ക് എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ കയ്യിൽ. അതല്ലാതെ വാട്ട് ഈസ് ഹോബി എന്ന് പറയുന്ന സിംഗിൾ ചോദ്യത്തിനായിരിക്കും നമ്മുടെ ആൻസർ. അത് പറയുമ്പോൾ അതിന്റെ കൂടെ അടുത്ത ക്വസ്റ്റ്യൻ്റെതായിരിക്കും വരിക. ചില കാര്യങ്ങൾ നമ്മൾ ചില ആളുകളോട് ചോദിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇന്നതേ പറയുന്നത് നമുക്കറിയാം. അങ്ങനെ വിചാരിക്കാറില്ലേ, ഉത്തരം ഇന്നതായിരിക്കും എന്ന് നമുക്ക് ഉറപ്പുള്ള കേസുകൾ നമ്മൾ ചോദിക്കാൻ പോകില്ല. യെസ്, അങ്ങനെ വിചാരിക്കും. അതുപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിൽ വരുന്ന കാര്യത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുന്നു. ഓക്കെ, അപ്പൊ യു നോട്ട് ദാറ്റ് യു ലിസൺ തമിഴ് മ്യൂസിക് ആൻഡ് ഹിന്ദി മ്യൂസിക്, Hindi songs and Tamil songs. Okay, very good, very good. Yes, Gagana, one more question. Who is your favorite music composer? Haris Jayaraj. Once more. Haris Jayaraj. Haris Jayaraj. That was your favorite. The most favorite song composed by your most favorite song composed by Haris Jayaraj. Katrain Vasagandar. Yes. Can you sing 4 lines? Yes, sir. Yes, correct. കാർകാലം മഴയ്ക്കുമ്പോത് ഒളിந்து കൊള്ള നീ വേണ്ടും தாவணி குடை பிடிப்பாயா அன்பே நான் உறங்க வேண்டும் அழகான இடம் வேண்டும் கண்களில் இடம் கொடுப்பாயா நீ என் அருகில் வந்து மெலிய நான் உன் மனதில் சென்று ஒளிய நீ என் மனதில் என் உருவம் കണ്ടുപിടിപ്പായ. സാറേ കുറച്ച് തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നം കൊണ്ടാണ്. ഞാൻ അപ്പൊ ഗഗന പറഞ്ഞ സത്യമാണ്. ഞാനേ ആദ്യം വിചാരിച്ചത് എന്താണ്, വെറുതെ ഒരു ഒഴുക്കപ്പെട്ടൊരു മറുപടി പറഞ്ഞാൽ തമിഴ് എന്നാണ് വിചാരിച്ചത്. ഞാൻ എത്തി വെച്ചത്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇങ്ങനെയായിരിക്കും നമ്മൾ സ്വന്തമായിട്ടാണ് നമ്മൾ മറുപടി പോകുന്നത്. വെരി ഗുഡ്. അപ്പോ യു ലവ്, വൈ ഡോണ്ട് യു ലൈക്ക് മലയാളം സോങ്സ്?
I also like Malayalam songs. Yes. In Malayalam, who is your favorite singer? Yesudas. Yesudas is your favorite singer. Yes. Who is your favorite female singer? Sitara Krishnakumar. Sintara. Very good, very good. What is her favorite song? സിത്താരയുടെ ആണോ? ആണ് her എന്ന് പറയുന്നത്. A song in Vashi film. ഓർക്കണില്ല. Okay, okay. Let us wait. Okay. I ask you one more question. Who is your favorite music composer in Malayalam? Who is your favorite music composer in Malayalam? No idea about that. Yes. Okay, okay, okay. Very good, very good, very good. Okay, 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 okay. Yes. Okay. അപ്പൊ ഇത് നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അപ്പൊ കുറച്ച് പേരോട് ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ച് ഇംഗ്ലീഷിൽ പറയാം. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി കോൺഫിഡൻസ് ആവും. അളക. അളക. Sir, Okay. What is your favorite food? കേട്ടില്ല. What is your favorite food? FOD food. Rice and fish curry. Rice and fish curry. Very good, very good. You know how to prepare a good fish curry? I try. You tried. Then how it was? Super. Very good. Okay. അല്ലേ മറ്റുള്ളവർ എന്ത് പറഞ്ഞു എന്നാണ് എ പ്ലസ് ബി പ്ലസ് എ പ്ലസ് ആണ് യെസ് വെരി ഗുഡ് വെരി ഗുഡ് ഓക്കെ അളക യെസ് യെസ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് മൂവി വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് മൂവി My favorite movie is Valsalyam. വാത്സല്യം do you know who directed the movie വാത്സല്യം Sorry, sir. I didn't know that, but the but you like the movie അല്ലേ yes, I that think the movie is directed by Cochin Khalifa. Okay, the hero of the who is the hero of the film? Mammootty. Mammootty. Yes. How do you evaluate the performance of Mammootty in that film? How do you evaluate the performance of Mammootty in that film? I know that he is deeply involved with the character. Yes. Because പറഞ്ഞോളൂ പറഞ്ഞോളൂ his own scenes feel that Yes. it's an extreme level of Yes. To the extreme level of this movie. yes. And his role is farmer. Yes. Anything? അളക നീ എന്തെങ്കിലും He tried to keep his house. Yes.
Okay. Alaga, very good. Okay. Yes. അപ്പോ ഇന്ന് നമ്മൾ നോക്കിയത് ഈ കോൺവെർസേഷനെ കുറിച്ചാണ്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ് നമ്മൾ നോക്കിയത്. ആ ടെൻസിന്റെ നെഗറ്റീവ്, പോസിറ്റീവ്, അതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പോലെയുള്ള വാചകങ്ങൾ അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ നിങ്ങള് ഈ 5 ദി ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു വിഷയം കൂടി തരികയാണ്. ഇപ്പോ നമുക്കറിയാം മിക്ക വിദ്യാഭ്യാസങ്ങളും ഓൺലൈൻ എഡ്യൂക്കേഷനാണ്. അപ്പൊ നിങ്ങൾ അതിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക. ദി ഇമ്പോർട്ടൻസ് ഓഫ് ഓൺലൈൻ എഡ്യൂക്കേഷൻ. നമുക്ക് അടുത്ത പ്രാവശ്യം അതിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. ഇമ്പോർട്ടൻസ് ഓഫ് ഓൺലൈൻ എഡ്യൂക്കേഷൻ. ഓൺലൈൻ എഡ്യൂക്കേഷന്റെ പ്രാധാന്യം എന്താണ്? അപ്പൊ നിങ്ങൾ വേറെ ഒന്നും സെർച്ച് ചെയ്യണ്ട, നിങ്ങളുടെ മനസ്സിലേക്ക് മാത്രം കൂടി കയറിയാൽ മതി. അപ്പൊ അത് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന് തിരക്ക് പിടിച്ചതാണ് ജീവിതം. അപ്പോ പലപ്പോഴും ഈ ഓൺലൈൻ വിദ്യാഭ്യാസം കൊണ്ട് വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾക്ക് നെഗറ്റീവ് സൈഡായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിന് നെഗറ്റീവ് സൈഡ് ഇന്നതാണ് എന്ന് കൂടി പറയും. അപ്പോൾ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓൺലൈൻ എഡ്യൂക്കേഷൻ, ഓൺലൈൻ എഡ്യൂക്കേഷന്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ്. ഓക്കെ ഗഗന, നെക്സ്റ്റ് ക്ലാസ്. ആർ യു ഓക്കെ? Yes, sir. Alaga, are you okay? Yes, I think that you will be okay. Yes. റേഞ്ചിലായിരിക്കും. ഓക്കെ. അപ്പൊ കറക്റ്റ് ആണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മളിപ്പോ പാസ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് യെസ് അളകിയ പറഞ്ഞിട്ടുണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. യെസ്, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ വിഷയം നോക്കാം. ഓക്കെ, ഇനി നമ്മുടെ വൊക്കാബുലറിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം, ആ ഉത്തരത്തിന്റെ ഫസ്റ്റ് ലെറ്റർ ദാറ്റ് ഈസ് W. ഫസ്റ്റ് ലെറ്റർ എന്താണ്? W ആണ് ഫസ്റ്റ് ലെറ്റർ. അപ്പോൾ W എന്ന് പറയുന്ന ആ വേർഡിൽ ആരംഭിക്കുന്നതായിരിക്കണം നിങ്ങളുടെ ആൻസർ എന്ന് മാത്രമാണ് പറയുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ സീസൺ, SCASON, a season. Okay, Gagana മാത്രമല്ല അളകിയും വന്നിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ദാറ്റ് ഈസ് കോൾഡ് വിന്റർ. വിന്റർ ഈസ് എ സീസൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an online encyclopedia. An online encyclopedia. Site അല്ല, വേറൊരു പേരുണ്ട് ഗഗന. വെബ്സൈറ്റിലൂടെ നമുക്ക് കിട്ടും. യെസ്, ഓക്കെ അളക, യു ആർ റൈറ്റ്. വിക്കിപീഡിയ. ഓക്കെ. യെസ്, an online encyclopedia. യെസ്. അടുത്ത ചോദ്യം സിമ്പിൾ ആണ്. ദി ടെർമിനേഷൻ ഓഫ് എ ബാറ്റ്മാൻസ് apostrophe is there. The batman's innings. I tell you, the termination of a batman's innings in a cricket match.
in a cricket match. Hockey Gagana is a correct answer. That is called Alaga is a correct answer. That is called wicket. Wicket is a stupid. Yes. അടുത്തത് ഞാൻ പറയുന്നത് ഒരു മീനിങ് ആണ്. ഇറ്റ്സ് എ മീനിങ്. അതിന്റെ മൺവേഡ് നിങ്ങൾ പറഞ്ഞാൽ മതി. മീനിങ് ഇതാണ്, ടു ടേക്ക് ബാക്ക് ഓർ ടു ടേക്ക് അവേ. ടു ടേക്ക് ബാക്ക് ഓർ ടേക്ക് അവേ. To take back, BSK, take back or take away, away. To take back or take away. Yes, you have the correct answer. The answer is withdraw. Pinvelikiga, take back. Okay. Withdraw. Yes. ഇപ്പൊ രണ്ടുപേരും 3-3 സമമായിട്ട് നിൽക്കുകയാണ്. അടുത്തത് a tooth, TOOTH, a tooth in a oral cavity, CAVITY, a tooth in a oral cavity. Yes, I പറഞ്ഞ പേരെന്താണ്? യെസ്, അതിനെ പറയുന്ന പേരാണ് വിസ്ഡം ടൂത്ത്. അതായത് നമ്മുടെ താഴെ വായിലേറ്റ് അറ്റത്ത് വരുന്ന പല്ലില്ലേ, അതും കുറച്ച് ഒരു 16-17 വയസ്സായതിനു ശേഷം വരുന്നൊരു പല്ലുണ്ട്. അപ്പൊ അതിനെ പറയുന്നത് അത് ബുദ്ധിയും ബോധവും കുറച്ചതിന് ശേഷം വരുന്നതാണ്. യെസ്, that is called wisdom tooth. ഇതിനെ പറയുന്ന പേരാണ് wisdom tooth. Anju Thomas, how are you? Okay, ഇടക്കൊന്ന് വന്ന് പോയല്ലേ? Yes. Okay, that is called wisdom tooth. അടുത്തത് ഒരു മീനിങ് ആണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അതിന്റെ മൺവേഡ് പറഞ്ഞാൽ മതി. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ. To suppress or hold back. To suppress or hold back, BSC. To suppress or hold back. Yes. അത് വിത്ത് ഹെൽഡ് എന്നാക്കിയാൽ മതി. അതൊക്കെ കറക്റ്റ്. യെസ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. അടുത്തത്, അപ്പൊ അഞ്ചു, ഞങ്ങളിവിടെ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആൻസറിന്റെയും ഫസ്റ്റ് ലെറ്റർ W ആയിരിക്കും. W-ൽ തുടങ്ങുന്ന ആൻസർ ആയിരിക്കും വേണം. ഓക്കെ, അടുത്തത് എ മെഷർമെന്റ്. അത്രേ ഉള്ളൂ. A measurement.
യെസ്. ഓക്കെ 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 അഞ്ചു അതിൽ നമുക്ക് ഉൾപ്പെടുത്താം. യെസ്. അത് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് പറയാം. വെയിറ്റ്. യെസ്. വെയിറ്റ്, വിഡ്ത്ത്. ഓക്കെ 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 യെസ്. അടുത്തത് എ ലിസ്റ്റ് ഓഫ് desired, DESIRED, a list of desired things or occurrences, or occurrences, a list of desired things or occurrences. ആ ലിസ്റ്റിനെ പറയുന്നത് ഓക്കെ. ആരെങ്കിലും പറയുന്ന കൂടി നോക്കട്ടെ. ചെറിയൊരു മാറ്റം കൂടെ ഒന്ന് വരുത്താനുണ്ട്. യെസ്. യെസ്. അപ്പൊ അതിനെ പറയുന്ന പേര് വിഷ് ലിസ്റ്റ് എന്നാണ്. വിഷസ് എന്ന് അഞ്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതാണ്ട് അതിന്റെ രീതിയിൽ കൂടെ പോയത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അഞ്ചു നമുക്കൊരു പോയിന്റ് കൊടുക്കാം. യെസ്. എ ലിസ്റ്റ് ഓഫ് ഡിസൈർഡ് തിങ്സ് ഓർ ഒക്കറൻസസ്. നമ്മൾ ആഗ്രഹിക്കുന്ന സംഗതികളുടെ വിഷ് ലിസ്റ്റ്. അടുത്തത് wireless technology. Wireless technology used to contact gadgets. Used to contact gadgets. GADGETS. A wireless technology used to contact. ഓക്കെ. ഗഗന, അളക. അഞ്ചു, 3 പേർക്കുണ്ട്. യെസ്. ദാറ്റ് ഈസ് കോൾഡ് വൈഫൈ. ഓക്കെ 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 ഓക്കെ. കറക്റ്റ് ആൻസർ. യെസ്. അടുത്തത് an opening. OPENING. An opening in a wall. WALL. Wall to let the air and light in. An opening in a wall. Okay, Gagana, the correct answer. Windows. Yes. Anju. Yes. Alaga. Okay, it's the correct answer. That is called windows. Yes. Next question. A current, CURRENT. A current of air, air. A current of air. Okay, Gagana? Yes. Okay, Alaga? Yes. Okay. So the answer is right. Very good, very good. Yes. ഇനി ഇതിന്റെ അകത്തുള്ള ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഒരു സെയിങ് ആണ് പറയുന്നത്, ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. ദ ഫിയർ ഓഫ് ദ ലോർഡ്, LORD, ലോർഡ്, L capital. The fear of the Lord is the beginning of dash. The fear of the Lord is the beginning of dash. Alaga Pancha. Together. മൂന്ന് പേരെയും ആൻസർ കറക്റ്റ് ആണ്. യെസ്. That is the beginning of wisdom. വിജ്ഞാനത്തിന്റെ തുടക്കമാണത്. ദൈവത്തെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ വിജ്ഞാനം ആരംഭിക്കുന്നു എന്നുള്ളതിന്റെ തുടക്കമാണ്. ഓക്കെ. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു. യെസ്. നമുക്കധികം പേരൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. 3 പേരായാലും ഇറ്റ് ഈസ് വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. നമുക്ക് കുറെ നേരം ഇംഗ്ലീഷിൽ സംസാരിക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ പറയാം. ഓക്കെ. അപ്പൊ ഇന്ന് അഞ്ചു അല്പം വൈകിയാണ് വന്നതെങ്കിലും you have got 5 points.
അഞ്ജുവിന് 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്, ഗഗനക്ക് 7 പോയിന്റ് ഗഗനക്കും കിട്ടിയിട്ടുണ്ട്. യെസ്, 8 പോയിന്റ് അളകക്കും കിട്ടിയിട്ടുണ്ട്. 8 പോയിന്റ്. ഓക്കെ, അപ്പൊ 3 പേർക്കും അഭിനന്ദനങ്ങൾ പറയുന്നു. വീണ്ടും അടുത്ത പ്രാവശ്യം നമുക്ക് കാണാം. അപ്പൊ അഞ്ജു, ഞങ്ങളൊരു വിഷയം പറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടൻസ് ഓഫ് ഓൺലൈൻ എഡ്യൂക്കേഷൻ. ഓൺലൈൻ എഡ്യൂക്കേഷന്റെ പ്രാധാന്യം എന്ത് ഈ കാലഘട്ടത്തിൽ എന്നുള്ള വിഷയത്തെ കുറിച്ച് ഒരു 2 വാക്ക് പറയാനായിട്ട് കൂടി തയ്യാറെടുത്ത് വരിക എന്ന് പറഞ്ഞുകൊണ്ട് we will meet in the next class next day. Okay, bye. Okay, okay. Okay, Alaga.